ഹായ് ഓൾ, ദിസ് ഈസ് അമൽഡ. വെൽക്കം ടു ക്രഞ്ച് ദ നമ്പേഴ്സ്. ഇന്ത്യൻ എഡിഷൻ സോഹോ ബുക്സിൻ്റെ ഒരു ഓവർവ്യൂ നമ്മൾ ഓൾറെഡി കണ്ടു. ഇന്ന് യു എ എഡിഷൻ സോഹോ ബുക്സിൻ്റെ ഒരു ഓവർവ്യൂ ആണ് നോക്കുന്നത്. ഇന്ത്യയിൽ നിന്നും യു എ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നിർത്തുന്നത് അവരുടെ ടാക്സ് കംപ്ലയൻസ് എന്നുള്ളത് വാറ്റാണ്. അതേപോലെ തന്നെ കറൻസി ദിർഹമാണ്. മെയിനായിട്ടും ഈ രണ്ട് കാര്യങ്ങളാണ്. നമ്മളൊരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഒരു യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ ഒരു കോൺടാക്ട് നമ്പറും അതേപോലെ തന്നെ ഒരു മെയിൽ ഐ ഡിയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഒരു സോഹോ ബുക്സിൻ്റെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിനുശേഷം നമ്മൾ സെറ്റിങ്സിൽ ടാക്സിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടി ആർ എൻ നമ്പർ ഇവിടെ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ടി ആർ എൻ അപ്ഡേറ്റ് ചെയ്ത് അതിന് നമ്മൾ എന്നാണ് നമ്മുടെ ബിസിനസ് രജിസ്റ്റർ ചെയ്തതെന്ന് കൊടുക്കുക. അതിനുശേഷം ഏത് ഡേറ്റിലാണ് നമ്മൾ സോഹോ ബുക്സിൽ ജി എസ് ടി ഫയലിംഗ് വാറ്റ് ഫയലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ള ആ ഒരു സ്റ്റാർട്ടിംഗ് മന്ത് കൂടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇതുപോലെ വാറ്റിൻ്റെ അപ്ഡേഷൻ കംപ്ലീറ്റ് ആവും. ദെൻ ഇതിൻ്റെ ഡാഷ്ബോർഡിലേക്ക് വരുന്ന സമയത്ത് ഇന്ത്യൻ എഡിഷനിൽ കണ്ട പോലെ തന്നെ നമുക്ക് റിസീവബിൾസിൻ്റെയും പേയബിൾസിൻ്റെയും അതുപോലെ ക്യാഷ് ഫ്ലോയിൻ്റെ ഒരു ചാർട്ടിൻ്റെ റെപ്രസെൻറ്റേഷൻ, ഇൻകത്തിൻ്റെ എക്സ്പെൻസിൻ്റെയും ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ, ദെൻ നമ്മുടെ ബാങ്കിൻ്റെ ലൈവ് ബാലൻസ്, നമുക്ക് വേറെ അക്കൗണ്ട്സിൻ്റെ ബാലൻസ് ഒക്കെ ആയിരിക്കും പ്രസൻറ്റ് ചെയ്യുന്നുണ്ടാവുന്നത് ഡാഷ്ബോർഡിൽ. അതിനുശേഷം ഐറ്റം എന്നുള്ള മോഡ്യൂളിൽ നമുക്കിതുപോലെ നമ്മൾ ഡീൽ ചെയ്യുന്ന പ്രൊഡക്ട്സ് ആണെങ്കിലും സർവീസ് ആണെങ്കിലും ക്രിയേറ്റ് ചെയ്യാനായിട്ടും അതിൻ്റെ ട്രാൻസാക്ഷൻസ് ഒക്കെ കാണാനായിട്ടും പറ്റും. പ്രൈസ് ലിസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇതുപോലെ ഡിഫറെൻറ്റ് പ്രൈസ് നമ്മൾ ഡിഫറെൻറ്റ് കസ്റ്റമേഴ്സിന് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നമുക്കിവിടെ പ്രൈസ് ലിസ്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് വെക്കാം. ദെൻ നമ്മുടെ സ്റ്റോക്കുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ നമുക്കത് ഇൻവെൻറ്ററി അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ള മോഡ്യൂൾ വഴി റൈറ്റ് ഓഫ് ചെയ്യാനും പറ്റും. അടുത്തതായിട്ട് ബാങ്കിങ്ങിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ബാങ്ക്സ് സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ആഡ് ബാങ്ക് ഓർ ക്രെഡിറ്റ് കാർഡ് കൊടുത്തിട്ട് കണക്ട് നൗ എന്നുള്ളത് കൊടുത്ത് ഇവിടെ ടിക്കറ്റ് നമ്മൾ പ്രൊസീഡ് കൊടുക്കുക. ഇനി വരുന്ന വിൻഡോയിൽ നമ്മുടെ ബാങ്ക് നമ്മൾ സെർച്ച് ചെയ്താൽ മതി. സെർച്ച് ചെയ്യുന്നതിൽ ലിസ്റ്റ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ബാങ്ക് ഇൻ്റഗ്രേഷൻ അവൈലബിൾ ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ മാനുവലി ബാങ്ക് ആഡ് ചെയ്ത് സ്റ്റേറ്റ്മെൻറ്റ് ഇമ്പോർട്ട് ചെയ്താലും മതി. സെയിൽസ് മോഡ്യൂളും ഇൻ്റഗ്രേഷനുമായിട്ട് നമുക്ക് വളരെ സിമിലർ ആണ്. നമുക്കൊരു കസ്റ്റമറിനെ ക്രിയേറ്റ് ചെയ്യാം, കൊട്ടേഷൻ അവർക്ക് കൊടുക്കാം, അതുപോലെ ഇൻവോയ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുകയും ചെയ്യാം. ഇൻവോയ്സിൽ വരുന്നുണ്ടാവുക ഫ്ലാറ്റ് 5% വാറ്റ് ആയിരിക്കും നമ്മൾ കസ്റ്റമറിൻ്റെ അടുത്ത് നിന്ന് ചാർജ് ചെയ്യുന്നുണ്ടാവുക. അത് നമുക്ക് ഔട്ട്പുട്ട് വാറ്റ് ആയിട്ടായിരിക്കും റെക്കോർഡ് ചെയ്യുന്നുണ്ടാവുക. അതിനുശേഷം നമുക്കിതുപോലെ പർച്ചേസ് മോഡ്യൂൾ വഴി വെണ്ടറിനെ ക്രിയേറ്റ് ചെയ്യാനും പർച്ചേസ് ബിൽസ് ബുക്ക് ചെയ്യാനും പറ്റും. അതിൽ നമ്മൾ 5% വാറ്റ് ആയിരിക്കും ചാർജ് ചെയ്യുന്നുണ്ടാവുക. അത് നമ്മൾക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആയിട്ടായിരിക്കും ബുക്ക് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് ബാലൻസ് ഷീറ്റിൽ ഇൻപുട്ടിൻ്റെയും ഔട്ട്പുട്ടിൻ്റെയും ലെഡ്ജേഴ്സ് സെപ്പറേറ്റ് ആയിട്ട് കാണാനായിട്ട് പറ്റും വാറ്റിൻ്റെ. ദെൻ എക്സ്പെൻസ് എന്നുള്ള മോഡ്യൂളിൽ നമുക്ക് നമ്മുടെ ഓർഗനൈസേഷൻ്റെ നോർമലായിട്ട് വരുന്ന എക്സ്പെൻസ് എൻ്റർ ചെയ്യാം. സാലറി, റെൻറ്റ്, പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി, മാർക്കറ്റിംഗ്, അഡ്വർടൈസിങ്, അങ്ങനത്തെ ടൈപ്പ് ഓഫ് എക്സ്പെൻസ് എല്ലാം നമുക്ക് ഈ മോഡ്യൂൾ വഴി റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റും. അക്കൗണ്ടൻറ്റിലേക്ക് വരുന്ന സമയത്താണ് ചാർട്ട് ഓഫ് അക്കൗണ്ട്സിൽ നമുക്ക് ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ മാനുവൽ ജേർണലിൽ നമുക്ക് ജേർണൽ എൻട്രീസ് പോസ്റ്റ് ചെയ്യാം. ഇവിടെ വാറ്റ് പേയ്മെൻറ്റ്സ് എന്നും ടാക്സ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്നും കാണാനായിട്ട് പറ്റും. വാറ്റ് പേയ്മെൻറ്റ് ഉദ്ദേശിക്കുന്നത് നോർമലായിട്ടും നമുക്ക് റിപ്പോർട്ട്സിൽ വാറ്റ് റിട്ടേൺ ഒരു റിപ്പോർട്ട് അവൈലബിൾ ആവും. അതിലാണ് നമ്മൾ നമ്മുടെ ആ ഒരു പർട്ടിക്കുലർ മന്തിലെ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ക്വാർട്ടറിലെ വാറ്റ് റിട്ടേൺ ജനറേറ്റ് ചെയ്യേണ്ടത്. ഒരു ഫ്രം ഡേറ്റും ടു ഡേറ്റും കൊടുത്തിട്ട് നമ്മൾ വാറ്റ് റിട്ടേൺ ജനറേറ്റ് ചെയ്യുന്നു. ജനറേറ്റ് ചെയ്തിട്ട് നമ്മൾ എല്ലാം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം ഇമാര പോർട്ടലുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ ഇന്ത്യൻ എഡിഷനിലെ ഈ ഇൻവോയ്സിങ് പോലെ ഇപ്പം നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ സോഹോ ബുക്സിൽ നിന്ന് തന്നെ വാറ്റിൻ്റെ ഫയൽ നമുക്ക് പോസിബിൾ. അതുകൊണ്ട് തന്നെ നമുക്ക് അതിന് ഒന്നുകിൽ അങ്ങനെ ഫയൽ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ആ ഒരു റിപ്പോർട്ടിൽ മാനുവലായിട്ട് നമുക്ക് മാർക്കാസ് ഫയലിൽ നിന്ന് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ കൊടുത്തതിന് ശേഷം നമ്മൾ ഈ വാറ്റ് പേയ്മെൻറ്റ്സിൽ വരികയാണെങ്കിൽ നമുക്ക് ആ കറണ്ട് മന്തിൽ അല്ലെങ്കിൽ ആ കറണ്ട് ക്വാർട്ടറിൽ വാറ്റ് പേയബിൾ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ആ എമൗണ്ട് വരും. ആ മന്തിൻ്റെ പേരും ഉണ്ടാവും, ആ എമൗണ്ടും ഉണ്ടാവും. അപ്പം നമ്മളിവിടെ റെക്കോർഡ് പേയ്മെൻറ്റ് കൊടുത്തിട്ട് നമ്മുടെ ബാങ്കിലാണോ ക്യാഷ് പോയതെങ്കിൽ ആ എമൗണ്ടും അതേപോലെ തന്നെ ബാങ്കും അതിൻ്റെ ഡേറ്റും കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വാറ്റിൻ്റെ പേയ്മെൻറ്റ് ഇവിടെ റെക്കോർഡ് ആവുകയാണ് ചെയ്യുന്നത്. ഇനി അതല്ല, നമുക്ക് എക്സസ് ആയിട്ട് കിടക്കുന്ന ഒരു ക്രെഡിറ്റ് ആണെങ്കിലും അതിവിടേക്ക് ക്യാരി ഫോർവേഡ് വരുന്നുണ്ടാവും. ഇവിടെ നമുക്ക് പേയ്മെൻറ്റ് ഹിസ്റ്ററി അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രീവിയസ്ലി പേ ചെയ്ത ടാക്സ് പേയ്മെൻറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ വരുന്നുണ്ടാവും. അടുത്തതായിട്ട് ടാക്സ് അഡ്ജസ്റ്റ്മെൻറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. നമ്മുടെ ടാക്സ് റിട്ടേൺ എന്നുള്ള റിപ്പോർട്ടിൽ നമ്മൾ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ് നമുക്കിവിടെ വരും.
ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു വാറ്റ് റിട്ടേൺ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇതാണ്. നമ്മളിവിടെ ജനറേറ്റ് എന്നുള്ള ഇത് കൊടുക്കുന്ന സമയത്ത് നമുക്കൊരു പീരീഡ് കൊടുക്കാം. ഇവിടെ ആ ഒരു വാറ്റിന്റെ അതേ ഫോർമാറ്റിൽ തന്നെയായിരിക്കും സോഹോ ബുക്സിലും ഈ ഒരു റിപ്പോർട്ട് പ്രസന്റ് ചെയ്യുന്നുണ്ടാവുക. ഇവിടെ സപ്ലൈ ഇൻ അബുദാബി, ദുബായ്, ഷാർജ, അജ്മാൻ, അങ്ങനത്തെ ആ ഒരു സ്പ്ലിറ്റപ്പിൽ തന്നെയായിരിക്കും നമ്മുടെ സെയിൽസ് പ്രസന്റ് ചെയ്യുന്നത്. അതിനുശേഷം റിവേഴ്സ് ചാർജിന്റെ സപ്ലൈ ഉണ്ടാവും, സീറോ റേറ്റഡ് സപ്ലൈന്റെ ഓപ്ഷനും ഉണ്ടാവും. ദെൻ താഴേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇൻപുട്ട് ടാക്സ് ഇവിടെ പ്രസന്റ് ചെയ്യുന്നുണ്ടാവും. അതിനുശേഷം ഇൻപുട്ടിന്റെയും ഔട്ട്പുട്ടിന്റെയും എടുത്തിട്ട് നെറ്റ് ടാക്സ് പേയബിൾ അല്ലെങ്കിൽ റിസീവബിൾ എന്നുള്ള ഒരു എമൗണ്ട് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഇവിടെയാണ് നമ്മൾ മാനുവലായിട്ട് മാർക്കാസ് ഫയൽഡ് എന്ന് കൊടുക്കേണ്ടത്. അതിനുശേഷം നമ്മൾ അങ്ങനെ കൊടുത്തിട്ട് ഇവിടെ ഈ വാറ്റ് പേയ്മെന്റ്സിൽ വന്നിട്ട് നമ്മൾ വാറ്റ് പേയ്മെന്റ് റെക്കോർഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അത് കൂടാതെ നമുക്ക് റിപ്പോർട്ട്സിലേക്ക് വരുമ്പം നോർമലായിട്ടും അവൈലബിൾ ആവുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ്, ബാലൻസ് ഷീറ്റ്, സെയിൽസ് റിപ്പോർട്ട്സ്, സ്റ്റോക്കിന്റെ റിപ്പോർട്ട്സ്, അതേപോലെ തന്നെ ഡെപ്റ്റേഴ്സിന്റെയും ക്രെഡിറ്റേഴ്സിന്റെയും റിസീവബിൾസ് ആൻഡ് പേയബിൾസ് റിപ്പോർട്ട്, ട്രയൽ ബാലൻസ്, ഇത്രയും റിപ്പോർട്ട്സ് നമുക്ക് UE എഡിഷനിലും അവൈലബിൾ ആയിരിക്കും. സെറ്റിംഗ്സിലേക്ക് വരുന്ന സമയത്തും നമുക്ക് ഇതുപോലെ കോസ്റ്റ് സെന്റേഴ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് റിപ്പോർട്ടിംഗ് ടാക്സും അതേപോലെ തന്നെ കസ്റ്റം ഫീൽഡിൽ ഇടാനായിട്ട് ഓരോ മോഡ്യൂൾസും ഇവിടെ അവൈലബിൾ ആയിരിക്കും.